നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ ചരിത്രത്തിൽ ഇടം നേടുന്ന വിജയം നേടി അധികാര കസാരയിലേക്ക് എത്തിയിരിക്കുകയാണ് ടി.വി.കെ നേതാവും നടനുമായ വിജയ്. ഇത്തരമൊരു വിജയ് നേടുമെന്ന് എതിരാളികൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എക്സിറ്റ് പോളുകളിലും വിജയ്ക്ക് വലിയ വിജയ സാധ്യതയില്ലായിരുന്നു. എന്നാൽ എല്ലാ മുൻവിധികൾക്കും അപ്പുറമാണ് ജനങ്ങളുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനമെന്ന് വിജയ് തെളിയിച്ചിരിക്കുകയാണ്. അതേസമയം വിജയും തൃഷയും തമിഴകത്ത് സജീവ ചർച്ചയായിരിക്കെ കുറച്ചുപേരെങ്കിലും വിഷമിക്കുന്നത് വിജയുടെ ഭാര്യ സംഗീതയെ ഓർത്താണ്. സ്വന്തം ഭർത്താവിനെയും തൃഷയെയും ആരാധകർ പ്രണയ ജോഡികളായി ആഘോഷിക്കുമ്പോൾ സംഗീതയ്ക്കുണ്ടാകുന്ന വിഷമം കാണാതെ പോകരുത് എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം വിജയുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. വിജയുടെ പഴയ അഭിമുഖത്തിലെ വാചകങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംഗീതയെ വിവാഹം ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് വിജയ് അന്ന് സംസാരിച്ചത്. സംഗീതയെപ്പറ്റി നീ എന്താണ് വിചാരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു. നല്ല പെൺകുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. അവളുടെ കുടുംബത്തെപ്പറ്റി എന്താണ് അഭിപ്രായമെന്നും ചോദിച്ചു. നല്ല കുടുംബമാണ്, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണെന്ന് ഞാൻ മറുപടി നൽകി. നീ അവളെ വിവാഹം ചെയ്യുന്നോ എന്ന് അച്ഛൻ ചോദിച്ചു. ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവർ വിവാഹകാര്യം തീരുമാനിച്ചിരുന്നു. സംഗീതയുടെ കുടുംബത്തോട് സംസാരിക്കാൻ ലണ്ടനിലേക്ക് ഞങ്ങൾ പോയി. എൻഗേജ്മെന്റ് നടന്നു. വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ സംഗീതയെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ഫീലിംഗ് വളരെ നല്ലതാണെന്നും വിജയ് അന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ്റെ ആഗ്രഹപ്രകാരമാണ് സംഗീതയും വിജയും തമ്മിലുള്ള വിവാഹം നടന്നതെന്ന് വിജയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അക്കാലത്ത് വിജയുടെ ജീവിതത്തിലേക്ക് തൃഷ വന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തൃഷയും വിജയും ഒരുമിച്ച് അഭിനയിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഗോസിപ്പുകൾ സംഗീതയെ ആശങ്കപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് കുടുംബം ഇടപെട്ടത്. വിജയ് ഭാര്യ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിൽ കുറ്റക്കാർ നടന്റെ കുടുംബം കൂടിയാണെന്ന് നെറ്റിസൺസ് പറയുന്നുണ്ട്. ഇന്ന് തൃഷയെ വിജയിൽ നിന്നും അകറ്റി നിർത്താൻ എസ്.എ. ചന്ദ്രശേഖരനാകില്ല. ആ ധൈര്യം കൊണ്ടാണ് തൃഷ വിജയ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ദിവസം തന്നെ വീട്ടിൽ കാണാൻ ഓടിയെത്തിയത്. കഴിഞ്ഞ ദിവസം തൃഷയുടെ 43ാം ജന്മദിനമായിരുന്നു. വോട്ടെണ്ണൽ ദിനത്തിൽ തന്നെ തൃഷയുടെ ജന്മദിനം എത്തിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായി മാറിയിരുന്നു. തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ തൃഷയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ഔദ്യോഗിക പതാകയുടെ നിറമായ മഞ്ഞയും ചുവപ്പും ചേർന്ന ഷാള് ധരിച്ചാണ് തൃഷ എത്തിയത്. 108 സീറ്റുകളാണ് വിജയുടെ പാർട്ടിയായ ടി.വി.കെ നേടിയത്. ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒറ്റ കക്ഷിയായി മാറുകയും ചെയ്തു. കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് 10 സീറ്റ് മാത്രം അകലെയാണിപ്പോൾ പാർട്ടി. ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ അവിടെ എന്ത് സംഭവിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ വിജയ് തന്നെ ആയിരിക്കും അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി എന്നാണ് പലരും കണക്കുകൂട്ടുന്നത്. അതിനിടെ വിജയുടെ സ്വകാര്യ ജീവിതവും ബന്ധങ്ങളും എല്ലാം ചർച്ചയാവുകയാണ്. ഒപ്പം തൃഷയുമായുള്ള ബന്ധവും 2025 വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചനത്തിന് ഹർജി സമർപ്പിച്ചതോടെയാണ് അതിലേക്ക് തൃഷയുടെ പേരും വലിച്ചിഴക്കപ്പെട്ടത്. ഹർജിയിൽ കാരണങ്ങളിലൊന്നായി സംഗീത പറഞ്ഞത് ഒരു നടിയുമായി വിജയ്ക്കുള്ള ബന്ധമാണ്. അത് തൃഷയാണെന്ന രീതിയിലായി അതിനുശേഷമുള്ള ചർച്ചകൾ. മെയ് 4-നായിരുന്നു തൃഷയുടെ പിറന്നാൾ. അതേ ദിവസം തന്നെയാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. തിരുപ്പതി ക്ഷേത്രത്തിലെ ദർശനത്തോടെയാണ് തൃഷ പിറന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തിരിച്ചെത്തിയ ശേഷം വിജയുടെ വീട്ടിലെത്തുകയും ചെയ്തു തൃഷ. അപ്പോഴേക്കും ടി.വി.കെയുടെ തേരോട്ടം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. തൃഷയെ പിറന്നാൾ ദിനത്തിൽ താരങ്ങളിൽ പലരും അഭിനന്ദിച്ചതും വിജയുടെ വിജയത്തെ കൂട്ടുപിടിച്ചാണ്. വോട്ടെണ്ണൽ തുടങ്ങി തമിഴക വെട്രി കഴകം മുന്നേറ്റം തുടങ്ങിയപ്പോൾ തന്നെ നടി ലക്ഷ്മി മഞ്ജു തൃഷയ്ക്ക് പിറന്നാൾ ആശംസയുമായി എത്തിയിരുന്നു. എക്കാലത്തെയും സുന്ദരി തൃഷയ്ക്ക് ജന്മദിന ആശംസകൾ. ആഘോഷിക്കാൻ എന്തൊരു ദിവസമാണിത്. ആ വമ്പൻ വിജയത്തിലൂടെ പ്രപഞ്ചം നിങ്ങൾക്ക് ഏറ്റവും മികച്ച ജന്മദിനം സമ്മാനം നൽകാൻ തീരുമാനിച്ചതായി ഞാൻ കരുതുന്നു. ഇന്ന് നിങ്ങൾക്ക് ഇരട്ടി ആഘോഷം. ഹാപ്പി ബർത്ത്ഡേ, വാട്ട് എ ഗിഫ്റ്റ് എന്നാണ് നടി രാധിക ശരത് കുമാർ തൃഷയ്ക്ക് പിറന്നാൾ ആശംസിച്ച് നടിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കമന്റായി കുറിച്ചത്. വാട്ട് എ ഗിഫ്റ്റ് എന്നതുകൊണ്ട് രാധിക ഉദ്ദേശിച്ചത് ടി.വി.കെയുടെ വിജയമാണെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ. രാധിക മാത്രമല്ല, നടി ചാർമി കൗറും സമാനമായ രീതിയിൽ ആശംസകൾ നേർന്നെത്തി. നിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസത്തിലെ പ്രത്യേക ആഘോഷങ്ങൾ. നീ ഒരു ഭാഗ്യചിഹ്നമാണ്. ഈ ജന്മദിനം ചരിത്ര പുസ്തകങ്ങളിൽ ഒരു വിജയമായി അടയാളപ്പെടുത്തപ്പെടും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ക്ഷമയും സ്ഥിരോത്സാഹവും എൻ്റെ കുഞ്ഞെ ജന്മദിന ആശംസകൾ എന്നാണ് ചാർമി കുറിച്ചത്. തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും ഇന്നേ ദിവസം ഇതുവരെ ഇല്ലാത്തതുപോലെ തൃഷയുടെ പിറന്നാളിനെ ഹൈലൈറ്റ് ചെയ്യുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഭാഗം കമന്റിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. തൃഷയുമായി വിജയ്ക്കുള്ള ബന്ധം സിനിമാ മേഖലയിലെ എല്ലാവർക്കും അപ്പോൾ അറിയാമായിരുന്നല്ലേ. അവിഹിതത്തിനൊക്കെ എതിരെ പറയുന്ന ആണുങ്ങളെ മൊത്തം വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു നടന്നവർ എല്ലാം ഇന്ന് മൊത്തം അണ്ണന് വേണ്ടി തങ്കച്ചി പാസം വാരി വിതറുന്നുണ്ട്.
വിജയുടെയും TVK പാർട്ടിയുടെയും ഭാവി അറിഞ്ഞ ശേഷം മാത്രം പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ആയിരുന്നു കാത്തിരുന്നത്. ഒന്നുമല്ലാത്തപ്പോൾ പുച്ഛിക്കും, എന്തെങ്കിലും കിട്ടിത്തുടങ്ങിയാൽ അഭിനന്ദിക്കും. അങ്ങനൊരു പ്രതിഭാസമല്ലേ വിജയുടെയും തൃഷയുടെയും പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അവിഹിതം നിസ്സാരമാക്കി നോർമലൈസ് ചെയ്ത് ഹൈപ്പ് കൊടുക്കുന്നത് ശരിയായ രീതിയല്ല. വിജയുടെ ഐശ്വര്യം തൃഷയാണെന്ന് പറഞ്ഞ് TVKയുടെ വിക്ടറി തൃഷയുടെ കാൽപാദത്തിൽ കൊണ്ടുവെക്കരുത്. ഞങ്ങൾ വോട്ട് കൊടുത്ത് വിജയിക്കാണ്. തൃഷ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? വിവാഹേതര ബന്ധങ്ങളെ ഭാഗ്യചിഹ്നമാക്കി മാറ്റുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. എക്സ്ട്രാ മാരിറ്റൽ സുപ്രീമസി സിനിമാ മേഖലയിൽ എല്ലാവർക്കും എല്ലാം അറിയാം. വിഡ്ഢികളായത് ജനങ്ങൾ മാത്രം എന്നിങ്ങനെയാണ് വിജയ്ക്കൊപ്പം തൃഷയുടെ പേര് കൂടി ചേർത്ത് ആഘോഷിക്കുന്നതിനെ എതിർത്ത് ഒരു വിഭാഗം ആളുകൾ കുറിച്ചത്. അതേസമയം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു വന്നതിന് പിന്നാലെ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് TVK അധ്യക്ഷൻ വിജയ് ഗവർണർക്ക് കത്തയച്ചിരുന്നു. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയെന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ തങ്ങളെ ക്ഷണിക്കാമെന്ന് വിജയ് ഗവർണറോട് ആവശ്യപ്പെട്ടു. TVK 108 സീറ്റുകൾ നേടിയതായും ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും ഗവർണറുടെ ചുമതലയുള്ള രാജേന്ദ്ര അർലേക്കറിന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ വിജയ് പറഞ്ഞതായി TVK വൃത്തങ്ങൾ അറിയിച്ചു. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ച സമയം പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നീ 2 മണ്ഡലങ്ങളിലും വിജയിച്ച വിജയുടെ പനയൂരിലെ വീടിന് പുറത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. ഒരു സീറ്റ് ഒഴിഞ്ഞൊഴിയുന്ന വിജയ് ചെന്നൈയിലെ പെരമ്പൂർ മണ്ഡലമായിരിക്കും നിലനിർത്തുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMKയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. 234 അംഗ നിയമസഭയിൽ 60 സീറ്റിലേക്ക് DMK ഒതുക്കപ്പെട്ടു. സ്വന്തം തട്ടകമായ കൊളത്തൂരിൽ TVK സ്ഥാനാർത്ഥി VS ബാബുവിനോട് 8000-ലേറെ വോട്ടിന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തോറ്റു. വിജയ് മത്സരിച്ച 2 സീറ്റിലും ജയിച്ചു. പെരമ്പൂരിൽ 500,000 വോട്ടിനും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ 20,000-ലേറെ വോട്ടിനുമാണ് കന്നി മത്സരത്തിൽ ജയം. DMK നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ പുരോഗമന സഖ്യം 73 സീറ്റിലും പ്രധാന പ്രതിപക്ഷമായിരുന്ന AIADMK BJP സഖ്യം 53 സീറ്റിലും ഒതുങ്ങി. 2021-ൽ 159 സീറ്റായിരുന്നു DMK സഖ്യം നേടിയത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.